ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു ഹാഫ് kg ബട്ടർസ്കോച്ച് റെസിപ്പിയാണ്. ഞാനിതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ സ്പഞ്ച് റെഡിയാക്കി അതിന് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത ശേഷം ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് കുറച്ച് യെല്ലോ കളർ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്രീം ഇട്ട് കൊടുക്കുക. ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കാരമൽ സോസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ കാരമലും നട്ട്സും കൂടി മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കാരമൽ ചെയ്ത നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ, ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിലും ഇടയിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മൂന്നാമത്തെ ലെയർ വെച്ച് ഷുഗർ സിറപ്പ് ഇട്ടിട്ട് നമ്മൾ കേക്ക് ഫുൾ ഐസിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതേപോലെ ഞാനൊന്ന് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡിലും ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ സ്റ്റാർ നോസിൽ കൊണ്ട് ഒരു സൈഡിൽ ഞാൻ ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈഡിലായിട്ട് ഞാൻ ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഫുള്ള് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാരമൽ റെഡിയാക്കി വെച്ച നട്ട്സ് അത് ഒരു സൈഡിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകൾ വശത്തും സൈഡിലെയും ഞാൻ ഇതേപോലെ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ച കാരമൽ സോസ് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് സൈഡിലേക്ക് ഇതേപോലെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ചുറ്റും ഡ്രിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഇന്നൊരു സൈഡിലായിട്ട് ഞാൻ പേരെഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടായി റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.